ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കരുവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് മാപ്രാണത്തിൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലം ഇരിഞ്ഞാലക്കുട കരുവന്നൂർ. ഓക്കെ, ഇവിടെ വന്നത് അനൂപിനെ കാണാനാണ്. അനൂപിന് പറ്റിയ നല്ല ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. അനൂപിന് സെറിബൽ പാൾസിയാണ്. സെറിബൽ പാൾസി പല തരത്തിലുള്ളതുണ്ട്. അപ്പോൾ അനൂപിന് ഒരു 50% ആണ് UDI കാർഡിലൊക്കെ ഉള്ളത്. പക്ഷേ വലിയ വിഷയങ്ങളൊന്നും ഓനില്ല. അപ്പോൾ സാധാരണ നടക്കുമ്പോൾ നല്ല ഷിവറിങ് ഉണ്ടാവില്ല ഈ സെറിബൽ പാൾസി ഉള്ളവർക്ക്. പക്ഷെ അത്രയൊന്നും അനൂപിനില്ല കേട്ടോ. കൈക്ക് ചെറിയൊരു വിറയൽ അങ്ങനെയുള്ളൂ. പക്ഷെ നടക്കുന്നതിന് കാര്യത്തൊന്നും ഒരു ബുദ്ധിമുട്ട് കാര്യമില്ല. നമുക്ക് നേരിട്ട് കണ്ട് അവനെ പരിചയപ്പെടാം. ഈ കാണുന്നതാണ് അനൂപിൻ്റെ വീട് കേട്ടോ. ഇതാണ് വീട്. ഇവിടെ റോഡ് സൈഡിലാണ് വരുന്നത് കേട്ടോ. അനൂപേ, നമസ്കാരം. ഇതാണ് അനൂപ് കേട്ടോ. എന്തൊക്കെയാ വിശേഷം? എന്നിട്ട് അനൂപിനിതാ നടക്കുന്നതിനൊന്നും അങ്ങനത്തെ ഒരു ഷിവറിൻ്റെ കാര്യമൊന്നുമില്ല. ചെറിയൊരു വലിച്ചു വെക്കൽ പോലെ അല്ല അമ്മ? അതെ അതെ അതെ, ചെറിയ രീതിയിൽ. അപ്പോൾ അച്ഛനും അമ്മ ഇവിടെ ഉണ്ട്. ഇതാണ് അച്ഛൻ. അച്ഛൻ്റെ പേരെന്താ? മോഹൻ. അച്ഛൻ പൂജാരിയാണ് അല്ലേ? ഇത് അമ്മയാണ്. അമ്മ റിട്ടയർഡ് ടീച്ചറാണ് അല്ലേ? റിട്ടയർ ആയിട്ട് കുറേ ആയോ? 3 വർഷമായി. അപ്പോൾ എന്നാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അച്ഛാണ്. അനൂപ് എന്തൊക്കെയാ വിശേഷം? അപ്പോൾ അനൂപ് എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ തൃശ്ശൂർ ജില്ലയിലുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നത്. സ്ഥിര നിയമനല്ലേ? PSC വൈകിട്ടിയാണ് അല്ലേ? 5 വർഷമായി അല്ലേ? അനൂപിന് എത്ര വയസ്സായി? 35 വയസ്സല്ലേ? അപ്പോൾ അമ്മ നമ്മള് അനൂപ് പ്രീമച്യൂറായിട്ട് ജനിച്ചതാണ് അല്ലേ? 6 മാസമായിരുന്നോ? 8 മാസത്തിലാ? അപ്പോൾ 8 മാസത്തിലായിരുന്നു. ആ സമയത്ത് ചെറിയൊരു അപസ്മാരത്തിന്റെ ജനിച്ചപ്പോ ഒരു കുഴപ്പമില്ല. വളർച്ചയുള്ള കാരണം അവര് ആസ്പത്രിയിലൊന്നും വേറെ ഒന്നും പ്രത്യേകത ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഫീഡിങ് ഉണ്ടായില്ലേ? ഈ 45 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫീഡ് ചെയ്തത്. കറക്റ്റ് ഡേറ്റ് പറഞ്ഞങ്ങോട്ട് ഫീഡ് ചെയ്തു തന്നെ. അതുവരെ നമ്മൾ പിരിഞ്ഞ് പാല് കൊടുക്കുകയായിരുന്നു. അപ്പൊ അതിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. 2.5 വയസ്സായപ്പോഴാണ് ഒരു തവണ ഉറക്കത്തിലാണ് 2 തവണ ഫിക്സ് വന്നേക്കണം. ഒരു ദിവസം പകലും ഒരു ദിവസം രാത്രി. 5 വയസ്സിൽ വന്നു. പിന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പൊ ന്യൂറോ ഡോക്ടറെ കാണിച്ചപ്പോ ഒരു 3-4 വർഷം അതിന്റെ ഒരു ഗുളിക കഴിച്ചായിരുന്നു. 8ാം ക്ലാസ് ആയപ്പോ നിർത്തി. 12 വയസ്സായപ്പോ ഗുളികയൊക്കെ നിർത്തി. ഈ ഫിക്സ് ആ സമയത്ത് വന്നതല്ലേ ഉള്ളൂ? 2 തവണ ഉറങ്ങുമ്പോ അതിന് വേറെ ഇങ്ങനെ ഇതൊന്നും വരില്ല. ഉറക്കത്തിൽ 1 മിനിറ്റ് ഒന്ന് ഓർമ്മ പോകും. അപ്പൊ തന്നെ വരും. 1 സെക്കൻഡോട് വരികയും ചെയ്യും. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ടാബ്ലറ്റ് അങ്ങനെ നിർത്താന്ന് ഡോക്ടർ പറഞ്ഞു. ടാബ്ലറ്റ് ഒന്നും ഇല്ല. ഈ എല്ലാം ഈ CG ഒക്കെ എടുക്കും തലയുടെയൊക്കെ. കുഴപ്പമൊന്നുമില്ല. MRI ഒക്കെ എടുക്കും. 8ാം ക്ലാസ് EG എടുക്കും. EG എടുത്തു. അപ്പൊ കുഴപ്പമില്ല. പിന്നെ 8ാം ക്ലാസ് പിന്നെ പഠിക്കാനൊക്കെ ഉണ്ടല്ലോ. 8ഒക്കെ ആയപ്പോ അപ്പൊ ഈ ഗുളിക കഴിക്കുമ്പോ നമുക്ക് അധികം ഉറക്കം ഒഴിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പഠിക്കുകയൊക്കെ വേണ്ട. 8ാം ക്ലാസ് ആയപ്പോ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ഇനി വേണ്ട. പിന്നെ നിർത്തി. ഒരു കുഴപ്പമില്ല. പിന്നെ ഇന്നേവരെ വന്നിട്ടില്ല. കഴിച്ചിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. സെറിബൽ പാൾസി ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിലുള്ളുണ്ട്. ചില ആളുകൾക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ബോഡി ഇങ്ങനെ ഷിവറിങ് വരും. നടക്കുമായാലും സംസാരിക്കുമായാലും ഒക്കെ. പക്ഷെ അനൂപിന് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. എഴുതുമ്പോ മാത്രം പേന ഇങ്ങനെ പിടിക്കുമ്പോ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്യും. ഞാൻ എഴുതി. അതെ, അപ്പൊ എഴുതുമ്പോ മാത്രമാണുള്ളൂ. അപ്പൊ അതൊരു വലിയ അനുഗ്രഹമാണ്. ചെറിയ രീതിയിലല്ലേ അനൂപിന് വന്നിട്ടുള്ളൂ. അപ്പൊ സെറിബൽ പാൾസി എന്നൊന്നും പറയാനുള്ളത് ഇല്ല. പക്ഷെ നമ്മള് എല്ലാം പറയണം എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ പറഞ്ഞിട്ടൊരു വധുവിനെ കണ്ടെത്താനുള്ളത്. കാരണം UDI കാർഡ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരാളെ നമുക്ക് വേണ്ടുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. അതെ, ഒറ്റ മോനേ ഉള്ളൂ. അതെ, അപ്പോൾ ആകെയുള്ള മോനാണ്. അപ്പോൾ നമുക്ക് അച്ഛനും പ്രായമാകുമ്പോൾ ഒരു ടെൻഷനാണ്. മോന് പറ്റിയൊരു പാർട്ണർ, അവനെ സംരക്ഷിക്കാനും അവനെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു ആളെ കിട്ടണം എന്നുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹം ഉണ്ടല്ലോ. അതിന്റെ മുമ്പിൽ വേറെ ഒന്നുമില്ല. പ്യുവർ വെജിറ്റേറിയൻ ആണ് അല്ലേ? പ്യുവർ വെജ് ആവണം. വീട്ടിൽ വെക്കാൻ പറ്റില്ല. അതെ അതെ, അച്ഛൻ പൂജയായതുകൊണ്ട്. അച്ഛൻ പൂജാരി ആയതുകൊണ്ട് നിങ്ങള് ബ്രാഹ്മണ കുടുംബാണല്ലോ അല്ലേ? അതിപ്പോ
ഇതില് വരില്ല. അതെ അത് ബ്രാഹ്മണ കുടുംബമായതുകൊണ്ട് ഇവിടെ വീട്ടിൽ വെക്കില്ല. അതെ പുറത്തുനിന്ന് കഴിക്കണേലും ബ്രാഹ്മണന്മാരവിടെ തന്നെ വേണമെന്നൊന്നുമില്ല. അതെ 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 പക്ഷെ അല്ല വരുന്നാള് ഇവിടെ വീട്ടില് നോൺ വെക്കാൻ പറ്റില്ല. അതെ പുറത്ത് തീർച്ചയായും അത് മനസ്സിലായി. തീർച്ചയായിട്ടും നമ്മൾ ജീവിച്ച് വളർന്ന ചുറ്റുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവര് പ്യുവർ വെജ് ആയിട്ടാണ് വളർന്നത്. അപ്പോൾ വീട്ടിൽ അത് വെക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതെ നമുക്ക് അങ്ങനെയൊന്നും അതെ ഹിന്ദുസ് ആയാ മതി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വെജിറ്റേറിയൻ ആവണം. ഇവിടെ വന്ന് ഇവിടെ വീട്ടിൽ ഈ വെജിന്റെ ടേസ്റ്റ് മനസ്സിലായാലേ അത് വെജ് വിടൂല നിനക്കില്ലേ. വെജിറ്റേറിയൻ അല്ല പുറത്ത് പോയി ഇപ്പൊ അവര് കഴിക്കുമ്പോ കൂടെ ഇരുന്നാ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ തീർച്ചയായും അത് ക്ലിയർ ആണ്. അപ്പൊ അതിന്റെ പേരിൽ ഒരു കൺഫ്യൂഷന് വേണ്ട. അതായത് ഒരു പ്യുവർ വെജാണ്. നമുക്ക് പ്യുവർ വെജ് ആകുന്നതാണ് ഒരു 90% നമുക്ക് സന്തോഷം. ഇനിയിപ്പോൾ വെജ് അല്ലാത്ത ആണെങ്കിലും ഒരു പുറത്തുനിന്ന് സപ്പോസ് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരാൾക്ക് ഡൈവേർട്ട് ആവുന്നൊന്നും ആവില്ല. അപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ കഴിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷെ വീട്ടിൽ വെച്ച് കുക്ക് ചെയ്യുകയും ഇവിടുന്ന് കഴിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് എന്നുള്ളതേ ഉള്ളൂ. അതൊരാൾ പറഞ്ഞ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഒരു ബ്രാഹ്മണ കുടുംബമാണ്. ഹിന്ദു പെട്ട നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടോ? ദൂരം വലിയ പ്രശ്നമില്ല. ഏറ്റത്തേക്ക് പോകണ്ടാവുന്ന കാസർഗോഡ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് തൃശ്ശൂര് അതൊക്കെയാണ് മുൻഗണന. അല്ല നമ്മളൊക്കെ ഉണ്ടല്ലോ പിന്നെ ആലോചനകൾ വരട്ടെ. അപ്പൊ നമുക്ക് ഏറ്റവും പിന്നെ അടുത്തുനിന്ന് ഏതാ വരുന്ന അതെടുക്കുക. ഇനിയിപ്പോ ദൂരെ ആയാലും പ്രശ്നമൊന്നും ഇല്ല. അതൊന്നല്ല കിടക്കുന്ന കാര്യം കിടക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഒരാൾ വരിക എന്നുള്ളതിലാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരു പാർട്ട്ണർ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും കൂടെ നിൽക്കണം. പിന്നെ പിന്നെ ഹൈറ്റ് എത്രയാ? 172. ഈ നമുക്ക് ചെറിയ എന്തെങ്കിലും മൈന്യൂട്ട് വിഷയമുള്ള ആലോചന ചെറിയ ബുദ്ധിമുട്ടുള്ള ആൾക്കാര് കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങനെ ചെറുതായിട്ട് ആളുടെ കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്യാം. അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ആളെയാണ് അങ്ങനെയാ പറയണ. കൂടുതൽ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് ആളാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട്. കയ്യിനൊക്കെ ഒരു ഇതെന്തായാലും കാര്യങ്ങൾ ചെയ്താൽ മതി. അതൊന്നും കുഴപ്പമില്ല. കാല് നടക്കാനൊരു ഇതും കയ്യിന് പ്ലസ് 2 വരെ പഠിച്ച കുട്ടിയായാൽ എന്തായാലും ഡിഗ്രി ഏതായിരുന്നു? BA ഹിസ്റ്ററി അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ജോബ് അതും പഠിച്ചത് അല്ലേ? അതെ അതെ തീർച്ചയായും. അപ്പൊ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന ഒരു വയസ്സൊക്കെ കയറിയാലും കുഴപ്പമില്ല. അതായത് അങ്ങനത്തെ വിഷയമൊന്നും ഇല്ലല്ലോ. അതെ 2 വയസ്സ് കയറിയാലും കുഴപ്പമില്ല. ഡിവോഴ്സ് ആയതോ ഭർത്താവ് മരിച്ചതോ ആയ പെൺകുട്ടികൾ ആലോചന നമ്മൾ സ്വീകരിച്ചൂടെ? കുഴപ്പമില്ല. പക്ഷെ ബാധ്യതകൾ വേറെ ബാധ്യതകളൊന്നും പാടില്ല. തീർച്ചയായിട്ടും ബാധ്യത ഇല്ലാത്ത മക്കളെ ബാധ്യത ഒന്നും ഇല്ലാത്ത അങ്ങനെയുള്ള കേസും നമ്മൾ സ്വീകരിക്കും. നമ്മളല്ല ഇവർക്ക് യാതൊരു വിധ നിർബന്ധങ്ങളും അങ്ങനത്തെ ഷാഠ്യങ്ങളും ഒന്നും ഉള്ള ഫാമിലി അല്ല. മകനെ സംരക്ഷിക്കുന്ന സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളായിരിക്കണം. ഇവർക്കിപ്പോൾ സാമ്പത്തികമായിട്ട് അങ്ങനെ വിഷയങ്ങളൊന്നും ഉള്ളവരല്ല. പെൻഷനും കാര്യങ്ങളും ഗവൺമെന്റ് ജോലി സ്ഥിര നിയമനം ഒക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടൊന്നും ഫിനാൻഷ്യലി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ അനൂപിനായാലും അതെ അനൂപ് വണ്ടി ഓടിക്കാറുണ്ടാവും. വണ്ടി 2 വീലർ ഓടിക്കും. അതെ അപ്പോൾ പിന്നെ ഇവിടെ അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും ഇല്ല. പിന്നെ അനൂപിനായാലും യാത്ര ചെയ്യുന്നതിനും അങ്ങനത്തെ ഓവറായിട്ടുള്ള വിഷയവും ഇല്ല. അതെ എല്ലായിടത്തും തന്നെ പോകുന്നൊക്കെ ആണ്. ഇനി ബെറ്റർ ആയിട്ടുള്ള PSC ഒക്കെ വരുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പോസ്റ്റിലേക്കൊക്കെ ഇനിയും ട്രൈ ചെയ്യാം. അപ്പോൾ അതാണ് ഇവരുടെ ഫാമിലി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പെൺകുട്ടീൻ്റെ വീട്ടുകാർ മുമ്പോട്ട് വരിക. നിങ്ങൾക്ക് ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കാൻ നേരിട്ട് ഇവരുടെ അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ട് ചെയ്താൽ മതി. അത്രയും നല്ല പ്യുവറായിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ പിന്നെ ദൈവഭക്തിയിലായാലും എല്ലാം അങ്ങനെ അത്രയും നല്ലൊരു ചിട്ടയോടെ ജീവിക്കുന്നവരാണ്. അവനായാലും ജോലി വീടുമായിട്ടുള്ള അറ്റാച്ചില്ല, പുറത്ത് പോയി കറങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഫാമിലി ആയിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു നല്ലൊരു ഭർത്താവായിരിക്കും, നല്ലൊരു ആത്മാർത്ഥമുള്ള സ്നേഹമായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന്
നല്ലൊരു ആലോചന വരട്ടെ അല്ലേ? അത്രയല്ലേ ഉള്ളൂ അമ്മ? വേറെ പറയണ്ടോ? പെൺകുട്ടീനെ കുറിച്ച് എന്താ പറയണ്ടോ? വരുന്ന പെൺകുട്ടി എങ്ങനെ ആയിരിക്കണം എന്തെങ്കിലും? കുട്ടി അത്യാവശ്യം എന്നെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളാണോ? അതെ. അത്രേ ഉള്ളൂ. വേറെ സുന്ദരിയായിക്കോളണമെന്നും അല്ല അല്ല അതെ. അല്ല ഭംഗിയിലൊന്നും ഞാൻ വലിയ ഇത് മനസ്സിന്റെ ഭംഗിയാണല്ലോ ഏറ്റവും വലിയ ഭംഗി. കുറച്ച് പഠിപ്പ് കുറച്ച് പഠിപ്പെന്ന് ആള് ഡിഗ്രിയാണ്. എഴുതാനൊക്കെ ബുദ്ധിമുട്ട് ചെറുതായിട്ടുള്ള കാരണം ആ പഠിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ PhD വലിയ ഡിഗ്രി എന്നൊന്നും ഉദ്ദേശിക്കണ്ട കേട്ടോ. ഒരു +2 അത്യാവശ്യം എഴുതാനും വായിക്കാനും കാര്യങ്ങൾ എനിക്ക് എഴുതാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളെന്തെങ്കിലും ഹെൽപ്പ് ജോലിന്റെ കേസിലൊക്കെ അല്ലേ? അത്രേ വേണ്ടി. അതെ, തീർച്ചയായും. അന്നൊരു വലിയ ഇതല്ലടാ, വലിയ ഡിമാൻഡുകളൊന്നുമല്ല. നല്ലൊരു ആലോചന വരട്ടെ. അപ്പൊ അത്രേ നമുക്ക് പറയാനുള്ളൂ. കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ട് അനുസരിച്ച് നല്ലൊരു പാർട്ണർ മുമ്പോട്ട് വരട്ടെ.